നമസ്കാരം. വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന 16-കാരിയെ പീഡിപ്പിച്ച കേസിൽ 25-കാരിയായ യുവതിക്കെതിരെ മേൽപ്പറമ്പ് പോലീസ് പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തു. കണ്ണൂർ തളിപ്പറമ്പ് പുളിപ്പറമ്പ് സ്വദേശിനി സ്നേഹ മെർലിനെതിരെയാണ് പോലീസ് നടപടി സ്വീകരിച്ചത്. പിടിയിലായ യുവതിക്കെതിരെ സഹോദരങ്ങളായ ആൺകുട്ടിയെയും പെൺകുട്ടിയെയും ഉൾപ്പെടെ പീഡിപ്പിച്ചതിന് നേരത്തെയും പോക്സോ കേസുകൾ നിലവിലുണ്ട്. മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന പെൺകുട്ടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പുതിയ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രതിയായ സ്നേഹ മെർലിൻ പെൺകുട്ടിയുടെ മാതാവിന്റെ സുഹൃത്താണ്. മാസങ്ങൾക്ക് മുൻപ് ഇവർ പെൺകുട്ടിയുടെ വീട്ടിൽ അതിഥിയായി എത്തിയ ദിവസമാണ് ക്രൂരമായ അതിക്രമം ഉണ്ടായത്. രാത്രിയിൽ വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന പെൺകുട്ടിയെ യുവതി പീഡനത്തിന് ഇരയാക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഭയവും മാനസിക വിഷമവും കാരണം പെൺകുട്ടി ഈ വിവരം ആരോടും തുറന്നു പറഞ്ഞിരുന്നില്ല. എന്നാൽ കുട്ടിയിൽ പ്രകടമായ മാനസിക അസ്വസ്ഥങ്ങളെ തുടർന്ന് സ്കൂളിൽ വെച്ച് കൗൺസിലിംഗിന് വിധേയയാക്കിയപ്പോഴാണ് മാസങ്ങൾ നീണ്ട ക്രൂരത പുറം ലോകമറിഞ്ഞത്. തുടർന്ന് ചൈൽഡ് ലൈൻ അധികൃതർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മേൽപ്പറമ്പ് പോലീസ് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും പോക്സോ നിയമപ്രകാരം കേസെടുക്കുകയും ചെയ്തു. പ്രതിയായ സ്നേഹ മെർലിൻ സമാനമായ രീതിയിൽ മുൻപും കുട്ടികളെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയിട്ടുണ്ടെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാക്കി. തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം ഇവർക്കെതിരെ 3 പോക്സോ കേസുകൾ നിലവിലുണ്ട്. ഇതിൽ 2 കേസുകൾ ഒരേ കുടുംബത്തിലെ സഹോദരങ്ങളായ ആൺകുട്ടിയെയും പെൺകുട്ടിയെയും പീഡിപ്പിച്ചതിനാലാണ്. മൂന്നാമത്തെ കേസ് മറ്റൊരു ആൺകുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയതിനുമാണ്. തുടർച്ചയായി കുട്ടികളെ ലക്ഷ്യം വെച്ച് അതിക്രമം നടത്തുന്ന പ്രതിയെക്കുറിച്ച് പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതാദ്യമായല്ല സ്നേഹ ഇത്തരം ചൂഷണം ചെയ്യുന്നതെന്നാണ് പോലീസ് പറയുന്നത്. 14 വയസ്സുള്ള ആൺകുട്ടിയെ ലൈംഗികമായി ദുരുപയോഗം ചെയ്ത സ്നേഹ കുട്ടിയെ പീഡിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തുകയും ഇത് കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പരാതിപ്പെട്ടാൽ വീഡിയോ പുറത്തുവിടുമെന്നായിരുന്നു ഭീഷണി. തളിപ്പറമ്പിലെ CPI നേതാവ് കോമത്ത് മുരളീധരനെ ആക്രമിച്ച കേസിലും സ്നേഹ മെർലിൻ പ്രതിയായിരുന്നു. 2024 ഫെബ്രുവരി 3-നായിരുന്നു ആ സംഭവം. സാമ്പത്തിക തർക്കത്തെ തുടർന്നുള്ള മധ്യസ്ഥതയ്ക്കിടെ കോമത്ത് മുരളീധരനെ ഹെൽമറ്റ് കൊണ്ട് അടിച്ചെന്നാണ് കേസ്. കൂടെയുണ്ടായിരുന്ന പുളിപ്പറമ്പ് സ്വദേശി M രഞ്ജിത്തായിരുന്നു ഹെൽമറ്റ് കൊണ്ട് അടിച്ചത്. ഈ കേസിലെ മറ്റൊരു പ്രതിയായിരുന്നു സ്നേഹ മെർലിൻ. ബാഗിൽ നിന്ന് ലഭിച്ച മൊബൈൽ ഫോണിൽ സംശയാസ്പദമായ ദൃശ്യങ്ങൾ കണ്ടതിനെ തുടർന്ന് അധ്യാപിക വിവരം ചൈൽഡ് ലൈനിൽ അറിയിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ കൗൺസിലിംഗിലാണ് കുട്ടി പീഡന വിവരം തുറന്നു പറഞ്ഞത്. അതേസമയം പ്രതിക്കെതിരെ കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. പ്രതി നേരത്തെയും ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ കാണിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലും പോലീസ് ഇപ്പോൾ വിശദമായി അന്വേഷിച്ചു വരികയാണ്.